ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം പീരുമേടാണേ, ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തിനടുത്തുള്ള പീരുമേട് എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ കൊച്ചു ടൗണിലാണ്. അപ്പോൾ നമുക്കിന്ന് ഈ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഒരുപാട് കാഴ്ചകളൊന്നും ഇവിടെ കിട്ടാനില്ല, പക്ഷേ എങ്കിലും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ടൗണിൻ്റെ ഒക്കെ ആയിട്ട്. കണ്ടുവന്നാലോ? ഇത് ഇടുക്കി ജില്ലയിലെ പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ഈ റൂട്ട് വന്നപ്പോൾ പീരുമേട് ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോയേക്കാന്ന് വിചാരിച്ചു. പീരുമേട്ടിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്കൊക്കെ പോകുന്ന KK റോഡ്. ഇവിടെ ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകളും സബ് ജയിലും കോടതിയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടേ. ഇവിടെ നിന്നും വലത്തോട്ട് പോയ ചെറിയ ടൂറിസ്റ്റ് പോയിൻ്റൊക്കെ ഉണ്ട്. പിന്നെ ജയിലിലോട്ടൊക്കെ കയറി പോകുന്ന വഴിയാണ്. ഗവൺമെൻറ് ഓഫീസുകളാണ് ഈ മേഖല ഏറ്റവും കൂടുതലുള്ളത്. പീരുമേട് അത്ര വലിയൊരു ടൗണൊന്നുമല്ല. തേയില എസ്റ്റേറ്റുകളൊക്കെ ഈ ഭാഗത്ത് കൂടുതലുള്ളൊരു അതിൻ്റെ ഒരു മെയിനാണ്. ശബരിമല സീസണായ റോഡൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. അല്ലാത്തപ്പോൾ ടൂറിസ്റ്റുകളുടെ തേക്കടിയിലേക്കൊക്കെ ഉള്ള, പിന്നെ തമിഴ്നാട്ടിലുള്ള വാഹനങ്ങളുടെ തിരക്ക്. പീർ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ്റെ പേരിലാണ് ഈ പീരുമേട് എന്നുള്ള ഈ ഒരു ടൗണിനൊക്കെ പേര് വരാൻ കാരണം. പീർ മുഹമ്മദിൻ്റെ ഒരു സ്മാരകമൊക്കെ നമ്മളെ കുട്ടിക്കാനത്തുണ്ടേ. പീരുമേട് ഗ്രാമപഞ്ചായത്ത്. പീരുമേട് ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ പരുന്തുംപാറ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ഉള്ളത്. ഈ വഴിക്ക് പോയ സബ് ജയിലുണ്ട്, RT ഓഫീസുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റൊക്കെ കേട്ടോ. കുറച്ച് കടകളും കമ്പോളങ്ങളും സൈഡിൽ പെട്ടിക്കടകളും ചെറിയ കോഫി ഷോപ്പും. പിന്നെ ഇങ്ങോട്ട് കുറേ താമസക്കാരൊക്കെ ഉണ്ട് താഴെ ഭാഗത്തേക്ക്. താഴെ ഇറങ്ങി ചെന്നാൽ ഒരു പുഴയുണ്ട്. നല്ല തിരക്കാണ് റോഡ് കേട്ടോ. ശബരിമല സീസണൊക്കെ തീരാറായി വരുന്ന സമയമാണ്. ഇനിയിപ്പം മകരവിളക്ക് മാത്രമേ ബാലൻസ് ഉള്ളൂ. പീരുമേടിലെ പാലമാണ് കേട്ടോ. ഇതിങ്ങനെ കണ്ടു നിൽക്കാനൊരു രസമൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് വാഹനങ്ങൾ കയറി വരുന്നതാണ്. നമ്മുടെയൊക്കെ ഈ റോഡിനെ അത്രയ്ക്കുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ വഴിക്ക് അങ്ങ് മുന്നോട്ട് പോയാൽ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. കുറേ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ നമ്മൾക്ക് കാണാം. അക്കരെ നമുക്ക് പീരുമേട് ടൗണിൻ്റെ ഒരു കുറഞ്ഞ ഭാഗങ്ങളൊക്കെ കാണാം. പിന്നെ ഈ അഴുത പുഴയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. സർക്കാർ ഓഫീസുകളൊക്കെയാണെന്ന് തോന്നുന്നു. മുകളിൽ കാണുന്നത് ഇവിടുത്തെ ശ്രീകൃഷ്ണ അമ്പലമാണ് കേട്ടോ. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ അതിൻ്റേതായ കെട്ടിടങ്ങളൊക്കെയാണ് ഇതെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ നേരത്തെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നില്ലേ, ഈ പാലം മുറിച്ച് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാമായിരുന്നു. ഞാൻ ഇപ്പുറത്തോടെ ഇങ്ങ് കയറി വന്നതാണ്. ഇതിൻ്റെ നേരെ അക്കരെ പീരുമേട് ടൗണാണ്. അഴുത ആറാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഓരത്തോടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഈ അഴുതയാറിങ്ങനെ ഒഴുകിച്ചെന്ന് പമ്പയിലേക്ക് ചേരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ശബരിമലയിലേക്ക് എത്തുന്ന പമ്പയുടെ ഒരു തുടക്കം ഇവിടെയാണെന്നും പറയുന്നുണ്ട്. ഈ റോഡിൻ്റെ തീരത്ത് ഇതിന് ചേർന്നാണ് ഈ പുഴ ഒഴുകി വരുന്നത്. നോക്കിയേ, നല്ല മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഇവിടെ കയറി വരുവേ. ഈ പുഴയുടെ തീരത്തൊക്കെ ആയിട്ടെ കുറേ നല്ല വീടുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ പുഴയിലെ വെള്ളമൊക്കെ ഒരുപാട് കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു പൂമരമൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നു. അതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ ഈ പുഴയിലേക്കും സ്ഥലത്തേക്കൊക്കെ ചാടിയിട്ടേ നല്ലൊരു ഗ്രാമഭംഗി കിട്ടുന്നൊരു സ്ഥലമാണ് ഇവിടെ.
അതോടുകൂടി ഇവിടെ നല്ല മനോഹരമായൊരു തോട്ടവും ഉണ്ട്, ഏലമൊക്കെ ആയിട്ട്. ഈ വഴി അവിടെ ചെന്ന് നിൽക്കുന്നിടത്തെ അവിടെ ഒരു പാലമൊക്കെ കാണാവേ. ആ വഴിക്ക് അങ്ങോട്ട് കയറിയാൽ നമുക്ക് പീരുമേട് ടൗണിലേക്ക് തന്നെ കയറി പോകാൻ തോന്നും. ഈ സൈഡൊക്കെ നോക്കിയേ, ഇവിടെയൊക്കെ കുറേ വാഴക്കൃഷിയും തെങ്ങും ഈ പുഴയോരത്തൂടെ. എന്നാണ് ഇവിടോട്ട് വന്നപ്പോൾ വെള്ളം കുറഞ്ഞു പോയി, താഴോട്ട് കുറച്ച് വെള്ളമുണ്ട്. നമുക്കിവിടെ നിന്നിട്ടെ കുറച്ച് കാഴ്ചകളൊക്കെ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഒരു സ്ഥലത്തിൻ്റെ പേരവിടെ എഴുതി വെച്ചിരിക്കുന്നത് സൊറ 1.2 km. അത് ഈ വഴിയാണ് മുകളിലോട്ട് പോകുന്നത് കേട്ടോ. പക്ഷേ മുകളിലോട്ട് അത്ര നല്ലൊരു വഴിയൊന്നുമല്ല, കുറേ താമസക്കാരൊക്കെ ഉള്ളൊരു മേഖലയിലോട്ട് പോകുന്ന വഴിയത്. ഇത് പീരുമേട് ടൗണിൽ നിന്ന് മോൾ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ആശുപത്രിയുടെ അതിലെ ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്, അഴുതയാറ് കണ്ടോ. ഇതിൻ്റെ മുകളിലൊരു ഡാമൊക്കെ ഉണ്ടേ. ഇവിടെ നമുക്ക് താഴോട്ട് നോക്കാം. നല്ല അടിപൊളി ഗ്രാമഭംഗിയാണ് ഇവിടെയൊക്കെ. ഇപ്പം നല്ല പച്ചപ്പുമുണ്ട്. ഇതാ ഡാമിൻ്റെയൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിയാണേ. പക്ഷെ അങ്ങോട്ടിപ്പോൾ അത്ര പ്രവേശനമില്ലെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായത്. മുഴുവൻ കാടാ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പോവാം. അവനവിടെ ഇറങ്ങിയത് മീനൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണേ. ശാശാന് മീനിനെ ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ 2 പാലം കാണാം കേട്ടോ. പീരുമേട് ടൗണിലേക്ക് കിടക്കുന്ന പാലവും KK റോഡിലെ പാലമാണ് അങ്ങേയറ്റത്ത് കാണുന്നത്. പീരുമേട്ടിലെ ശ്രീകൃഷ്ണസ്വാമി അമ്പലമാണിതേ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. താഴേന്ന് സൗകര്യം കുറവാണ്. ഇവിടെയാണ് അമ്പലത്തിലേക്ക് കിടക്കുന്ന ഒരു മെയിൻ കവാടം. താഴെയാണ്, പക്ഷേ ആൾക്കാരൊക്കെ വരുന്നതൊക്കെ കൂടുതലും ഇതിലെയാണ്. ഇവിടെ ഒരു ദേവസ്വം ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള അമ്പലങ്ങളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് ഒരു ഉണർവ് വരുന്ന ഈ ശബരിമല സീസണൊക്കെ വരുമ്പോഴാണ്. അപ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഈ അമ്പലം ഇരിക്കുന്ന നല്ലൊരു സ്ഥലത്താണ് കേട്ടോ. പീരുമേടിൻ്റെ ഇങ്ങനെ ഒരു ടോപ്പിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. ഇവിടെ ഒരു SNDP ശാഖായോഗത്തിൻ്റെ ഒരു ഓഫീസൊക്കെ കാണാം. പീരുമേട് ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ താഴെയാണ് കേട്ടോ. ഇതൊക്കെ കുറേ വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ്. ഇപ്പം നമ്മൾ പരുന്തുംപാറ ജംഗ്ഷനിലെത്തി കേട്ടോ. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയാൽ പരുന്തുംപാറ എത്തുവേ. മുന്നോട്ട് KK റോഡ് ഒരു 30 കിലോമീറ്റർ പോയാൽ കുമിളി എത്തും. പരുന്തുംപാറ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് കയറി വന്നേ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല കാറ്റാട്ടോ. ഇതിനെ മുകളിലോട്ടൊക്കെ ഒരു വഴി പോകുന്നുണ്ട്, കുറച്ചൊന്ന് പോയി നോക്കാമായിരുന്നു. മുകളിൽ ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. പള്ളിയിലേക്കുള്ള വഴിയാണ്. പക്ഷെ പള്ളി കുറച്ച് ദൂരത്തിലാണോ. വണ്ടി ഞാൻ അപ്പുറത്ത് വെച്ചിരിക്കുക. അതാ പള്ളി അവിടെ കാണുന്നു. നല്ല ഭംഗിയുണ്ടല്ലോ പള്ളി കാണാനായിട്ട്. ഇവിടെ കയറി നമ്മൾ താഴോട്ട് നോക്കുമ്പോളേ തേയിലത്തോട്ടം, പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഓരോ സ്ഥാപനങ്ങളോ വീടുകളൊക്കെ ഇങ്ങനെ കാണാം. അത് വീടല്ലേ, തേയില സംബന്ധമായ എന്തൊക്കെ ഓഫീസുകളൊക്കെയാണ് തോന്നുന്നു. അതൊരു കടയും വീടും കൂടെയാണേ. ഇതുകൊണ്ടോ ജനുവരിക്കാറ്റ്, ഒരു നല്ല കാറ്റുണ്ട് കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ നല്ല ശക്തമായ കാറ്റാണ്. കൊങ്ങിണിപ്പൂവിൻ്റെ സൗന്ദര്യം കണ്ടോ. ഈ റോസ് കൊങ്ങിണിക്ക് ഒരു പ്രത്യേക കളറാണല്ലോ. നമ്മളാ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നൊരു വഴിയുണ്ടോ.
കാറ്റ് ചെറിയ കാറ്റല്ല കേട്ടോ, നോക്കിയേ മരമൊക്കെ പിടിച്ച് കുലുക്കുന്ന കാറ്റാ. എന്നാൽ പള്ളി നമുക്ക് അടുത്ത് വന്നൊന്ന് കണ്ടേക്കാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ. ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ ആ പള്ളിയുടെ ഒരു കാഴ്ച. കൊച്ചു പള്ളിയാണ്, അത്ര വലിയൊരു പള്ളിയൊന്നുമല്ല. പള്ളിയുടെ ഈ ഒരു കോമ്പൗണ്ടേ ഇവിടെ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുവാന്നേ. ഇതിലെയാണ് പള്ളിയിലേക്ക് കയറുന്നത്. ഇതിൻ്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ വഴിക്ക് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു മേഖലയാണെന്ന് തോന്നുന്നു. പള്ളിയുടെ അടുത്ത് പോയെന്ന് കണ്ടുവരാം അല്ലേ. ഒരു മാവാണോ പ്ലാവാണോ ഇതിന് മുന്നിൽ നിൽക്കുന്നത്? ഇല ശരിക്ക് കാണത്തില്ല. ചെറിയ പള്ളിയാണേലും മനോഹരമായൊരു പള്ളിയാണേ. ഈ മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഈ വഴി കൂടുതൽ ഭംഗിയാക്കുന്നത് ആ ഒരു വേലി കെട്ടിയേക്കുന്നതുണ്ടോ, ആ ഒരു ചെടി, അതിൻ്റെ ഒരു മഞ്ഞ കളറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് വ്ളോഗിൻ്റെ പരിപാടിയും കൂടെ ഉള്ളത് കേട്ടോ. നമ്മുടെ ഈ ബാനറൊക്കെ ഇങ്ങനെ വെച്ച് ഓരോ സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കെട്ടിയിടും, ഓരോ ജംഗ്ഷനിലൊക്കെ. ഇതൊക്കെ നോക്കി ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇടയ്ക്കുമുട്ടിനൊക്കെ ഇതിൻ്റെ കെയർ ഓഫിൽ നമുക്ക് വർക്കൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നപ്പോഴേ ഇവിടെ ഒരു ജംഗ്ഷനാണേ. ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ താഴെ ഒരു റിസോർട്ടായിരുന്നു, ABC റെസിഡൻസി. ഇതിൻ്റെ താഴെ നല്ല സ്ഥലത്താണല്ലോ റിസോർട്ട് ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് താഴെ. റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ ഈ വഴി അങ്ങ് മുകളിലേക്ക് പോകുന്നുണ്ടേ. ആ വഴിക്ക് നമുക്ക് കുറച്ചൊന്ന് പോയി നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മൂന്നും കൂടിയ കവലയാന്ന് പറഞ്ഞില്ലേ. ഈ കവലയിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയാണ് ശരിക്കും പറഞ്ഞ ഓർത്തഡോക്സ് പള്ളി കേട്ടോ. ബോർഡ് വെച്ചേക്കുന്നുണ്ടോ, താഴെ ഇരുന്ന പോലത്തെ ഒരു ബോർഡ്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് കണ്ട ആ പള്ളി, ഞാൻ അതിലേ പോയ രണ്ട് ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് RC പള്ളിയാണെന്നാണ് പറഞ്ഞത്, നമ്മൾ ആദ്യം കണ്ട പള്ളി. നമുക്കിതിലേ പോയിട്ട് ഈ പള്ളി ഒന്ന് കണ്ടിട്ട് വരാവേ. ഈ പള്ളിയിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, ഒത്തിരി നല്ലൊരു ഭംഗിയുള്ള കാഴ്ച. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അങ്ങോട്ട് പോകുന്നത്. ഇത് ചിലപ്പം അച്ഛനൊക്കെ താമസിക്കുന്ന സ്ഥലമായിരിക്കും. ഓ, കാറ്റ് നല്ല കാറ്റ്. പ്രകാശമൊക്കെ കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഈ തേയിലത്തോട്ടവും ആ കാറ്റാടി മരങ്ങളും. കാറ്റാടി മരം മാത്രമല്ല, ഒരുപാട് മരങ്ങളുണ്ട് ഇതിനകത്തെ. മരമൊക്കെ നിന്നങ്ങ് പിടിക്കുക കാറ്റത്ത്, ഒടിയോ. എന്തായാലും ഈ പള്ളിയിലേക്കുള്ള ഈ ഒരു വഴിയുണ്ടല്ലോ, അത് ഒരു വേറെ ലെവലാട്ടോ. ആ സൈഡിൽ കൂടെ മുകളിലോട്ടൊരു വഴി കാണുന്നുണ്ട്, ഇതിലെ പള്ളിയിലേക്കും. ഇത് ഒരു പുതിയ പള്ളിയൊക്കെയാണ് കേട്ടോ. നമ്മൾ പള്ളിയിലേക്ക് കയറിയൊന്നും പോകുന്നില്ല, ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് കണ്ടിട്ടങ്ങ് പോവാം. പീരുമേട്ടിലെ അത് നമ്മളെ പരുന്തുംപാറയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഒരു പള്ളിയാണേ. ഈ പള്ളിയുടെ ഇവിടുന്ന് ഇങ്ങനെ നോക്കി നല്ല സെറ്റ് തേയിലത്തോട്ടമാണേ. ഇതിനകത്തോട്ടൊരു വഴി പോലെയൊക്കെ ഉണ്ട്. വല്ലവരും വല്ലതും പറയും ഇതിനകത്തോട്ട് കയറുകയെന്നാ. ഇവിടെ ആരെയും കാണുന്നൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ സാരമില്ലാന്ന് വിചാരിക്കാം. കാറ്റ് തകർക്കുക. ഇവിടെയൊക്കെ ഏറ്റവും കൂടിയ സ്പീഡിൽ കാറ്റടിക്കുന്ന സ്ഥലമാണ്. ഇതിലെ കുറച്ച് നമുക്കൊന്ന് പോയിട്ട് വരാം അല്ലേ. നമ്മുടെ വണ്ടി അങ്ങ് താഴെ ഇരിക്കുവാണേ. ഞാൻ താക്കോല് കയ്യിൽ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഈ മനോഹരമായ ഈ ഒരു കൊച്ചു പള്ളി ഇരിക്കുന്നത് ഈ നല്ലൊരു തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഈ നടുക്കായതുകൊണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ഈ മൂന്നാർ സൈഡൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ കാഴ്ചകളൊക്കെ കിട്ടുമല്ലോ. അവിടെ ഒരു ഷെഡൊക്കെ കാണുന്നുണ്ട്, തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാവേ. അക്കരെ ഭാഗത്തും മുഴുവൻ വനമാണ് കേട്ടോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ
കിലോമീറ്ററിലുള്ള വനങ്ങളൊക്കെയാണ് അങ്ങോട്ടൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു ഷെഡിൻ്റെ അടുത്തേക്ക് എത്തി. ഇതൊരു തേയിലപ്പരയാണ് കേട്ടോ. തേയിലൊക്കെ കളക്ട് ചെയ്യുന്നു ഇവിടെ. ഈ തോട്ടത്തിൽ കൂടെ അങ്ങോട്ട് വഴിയുണ്ടേ, പക്ഷെ അത് അക്കരെയൊക്കെ കാണുന്നത് നമ്മുടെ പാമ്പനാർ മേഖലയൊക്കെയാണ്. പാമ്പനാറും പിന്നെ പരുന്തുംപാറ പോകുന്ന വഴിക്കൊരു കോളേജൊക്കെ ഉണ്ട്. ആ കോളേജൊക്കെ ഇനിയിപ്പോൾ നമുക്ക് നല്ല തിരിച്ചു പോകാം അല്ലേ. ഇവിടെ കാറ്റ്, ശക്തമായ കാറ്റാ. നമ്മളെ എടുത്ത് എറിയുമെന്ന് തോന്നുവേ, അതുമാതിരിയുള്ള കാറ്റാ ഇവിടെ. ഈ മുകളിലൊരു സിമിത്തേരി ഒക്കെ കാണാം കേട്ടോ. ഇത് അപ്പുറത്തെ പള്ളിയുടെ ആണോ ഇപ്പുറത്തെ പള്ളിയുടെ ആണോ എന്ന് അറിയില്ല. ഇത് പുതിയ സിമിത്തേരി ആയിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. ഒത്തിരി പഴക്കമൊന്നുമില്ല. നമ്മുടെ സോളാറിൻ്റെ ഒക്കെ ഒരു പരസ്യം കൂടെ ഈ ജംഗ്ഷനിലൊരു ടെലിഫോൺ പോസ്റ്റ് ഉണ്ട്, അതേ കെട്ടി വെച്ചേക്കാം കേട്ടോ. ഈ വഴിക്ക് നമുക്കത് മുന്നോട്ട് പോയിട്ട് വരാം. കുറച്ചങ്ങ് പോയി നോക്കിയിട്ട് വരാം അവിടെ എന്താ ഉള്ളത്. കുറച്ചിങ്ങ് കയറി വന്നപ്പോൾ ഇവിടെ ഓരോരോ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കാണാവേ. ഇതൊക്കെ റിസോർട്ടുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ മേലൊക്കെ റിസോർട്ടൊക്കെ ഒരുപാടുണ്ടാവും. താഴേക്കൊക്കെ അത് വനത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. ശബരിമല കാടുകളൊക്കെ ആയിട്ട് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ യോജിച്ച് പോകുമെന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ ആനയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആനയുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് മനോഹരമായ വീടുകളാണ്. അപ്പം നമ്മളിങ്ങനെ വന്നപ്പോൾ ഇത് കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഫോറസ്റ്റാണ് കേട്ടോ. തോട്ടമൊന്നുമല്ല ഇതൊന്നും. ഇതിൻ്റെ മുകളിലോട്ട് പോകാൻ പാടില്ല, ഇവിടെ ഒരു വേലിയൊക്കെ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെയൊക്കെ ആന വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ കറണ്ട് ലൈനൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെന്തായാലും മുന്നോട്ട് പോകുന്നില്ല. ആനയൊക്കെ ഉണ്ടെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റൂലേ, ഓടിയാ രക്ഷോടൂ, അതുമില്ല. ഓക്കെ, മരങ്ങളൊക്കെ കാറ്റത്തുണ്ടൊക്കെ പിടിക്കുന്നു കേട്ടോ. നമ്മൾ വന്നത് ഈ വഴിക്കായിരുന്നു. ഈ വരുന്ന വഴിക്ക് കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് വീടില്ല. എന്നാൽ ഇനി നമുക്ക് തിരിച്ചു പോയേക്കാല്ലേ. അവിടെ ഒരു ഭാര്യയും ഭർത്താവും കൊച്ചൊക്കെ കൂടെ ഇറങ്ങി നോക്കുന്നുണ്ട്. ഞാനെന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അക്കരയ്ക്ക് തിരുമട്ടിൽ നിന്നൊക്കെ വണ്ടിയൊക്കെ കയറി വരുന്ന ആ KK റോഡൊക്കെ കാണാവേ. പിന്നെ ഇതിൻ്റെ ഇങ്ങേ സൈഡ് ഈ ഭാഗമൊക്കെ തട്ടാത്തിമേട് എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെയാണ്. ആ വഴിക്കൊക്കെ ആനയൊക്കെ അവിടെ ഇപ്പോൾ നിലവിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ പീരുമേട് ഈ വഴിക്കുള്ള കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വഴിക്ക് നമ്മൾ ആദ്യമായിട്ട് വരും കേട്ടോ. പല പ്രാവശ്യം പരുന്തുംപാറയൊക്കെ പോകാൻ വന്നിട്ടുണ്ടെങ്കിലും ഇതുവഴി അങ്ങനെ വന്നിട്ടില്ല. ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുന്നൊരു നല്ലൊരു ഗ്രാമക്കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് കുറച്ച് റിസോർട്ടുകളുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആനയുണ്ട്. ആനയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ശബരിമലക്കാട്ടിലൊക്കെ ഒരുപാട് ആൾ കയറിയതുകൊണ്ട് അവിടെ നിന്നൊക്കെ ആന ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഭാഗത്തേക്കൊക്കെ അതുങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിൽക്കണ്ടേ, ആളങ്ങനെ കയറി ചെല്ലുമ്പോൾ. അപ്പം നമ്മൾ ആനയെ ശല്യപ്പെടുത്താൻ നമ്മളങ്ങോട്ട് പോയില്ല, ആ ബോർഡറിൽ പോയിട്ട് തിരിച്ചു പോരുവാ ഇതേ. അപ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങളെന്ന് പറഞ്ഞതിന് ക്ഷമിക്കണം, പറഞ്ഞു വരുമ്പോൾ അറിയാതൊക്കെ പറഞ്ഞു പോകുന്നതേ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് മൊത്തത്തിലൊരു അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.